ജൂൾസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നവരാത്രി ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ശൈലപുത്രി ഭാവത്തിലാണ് ഇന്ന് ദേവിയെ നമ്മൾ ആരാധിക്കുന്നത്. എൻ്റെ വീട്ടിലുള്ള ദേവി വിഗ്രഹങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ വിഗ്രഹങ്ങൾ വാങ്ങിയതെന്നാണ്. ആദ്യമായുള്ളത് ഇത് ഐശ്വര്യലക്ഷ്മി ധനലക്ഷ്മി എന്ന് പറഞ്ഞ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം, അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ കൊണ്ടുവച്ചിരുന്നിടത്ത് നിന്നാണ് ഈ രണ്ട് ദേവിമാരെയും ഞാൻ ഒരു നവരാത്രി കാലത്ത് വാങ്ങിയത്. അതുപോലെ വരാഹി ദേവി എവിടെയും കിട്ടാതിരുന്നു എനിക്ക്. അപ്പോൾ വരാഹി ദേവിയെയും ഞാൻ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് വിൽക്കാൻ കൊണ്ടുവച്ചിരുന്നിടത്തു നിന്നാണ് ദേവിയെ, ലക്ഷ്മി സമേതനായിട്ടുള്ള വരാഹമൂർത്തിയാണിത് വരാഹി ദേവി. അപ്പം ചെറിയ വളകൾ കൊണ്ടുള്ള ഒരു മാലയാണ് ദേവിക്ക് ഞാൻ ചാർത്തിയിരിക്കുന്നത്. ഈ മാല ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഈ ചെറിയ വളകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് കൊണ്ടുവന്നാണ് മാലയായി കോർത്തിട്ടിരിക്കുന്നത്. അടുത്ത് ഈ ദേവി ചോറ്റാനിക്കര ഞാൻ പോയപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയതാണ് ചോറ്റാനിക്കര ദേവിയുടെ ഈ ചിത്രം. അതുപോലെ ഈ ഒരു ചിത്രം തുടക്കം മുതലേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ദേവി ചിത്രമാണ്. ഇത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ദേവിയുടെ ഒരു ചിത്രമാണിത്. അന്ന് മുതൽ നമ്മൾ ദേവിയെ വെച്ച് ഇവിടെ പൂജിക്കുന്നുണ്ട്. എല്ലാ പൂജകളിലും ദേവി പൂജകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇത് നെടുമങ്ങാട് നിന്ന് തന്നെ വാങ്ങിയ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണ്. അടുത്ത് ഇത് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിയിൽ പേരൂർക്കടയ്ക്കിപ്പുറം ഉള്ള ഒരു സ്ഥലം, വഴയിലേക്കപ്പുറം ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഒരു നവരാത്രി കാലത്തിൽ വാങ്ങിയ ദേവിയാണ്. എല്ലാ ദേവി പൂജകളിലും ഈ ദേവിയെ നമ്മൾ വെച്ച് പൂജിക്കുന്നതാണ്. അടുത്ത് പറയാനുള്ളത് ഈ രണ്ട് ഗണപതികളാണ്. ഇത് രണ്ട് ഗണപതികളെയും ഞാൻ നെടുമങ്ങാട് നിന്ന് വാങ്ങിയതാണ്. ഈ സർക്കുലർ ഷേപ്പിലുള്ള ഈ ഇത് വെക്കുന്ന സ്റ്റാൻഡ് വാങ്ങിയത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ സ്ക്വയർ ടൈപ്പിലുള്ള സ്റ്റാൻഡ് വാങ്ങിയതും അവിടെ നിന്നാണ്. അപ്പോൾ ഇനിയുള്ളത് ആറ്റുകാലമ്മയാണ്. ആറ്റുകാലമ്മയും കരിക്കകത്തമ്മയുമാണ് ഇവർ രണ്ടുപേരും. അത് കരിക്കകം ക്ഷേത്രത്തിൽ നിന്നും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയതാണ്. ഈ ചെറിയ വിഗ്രഹം ഇത് കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ കന്യാകുമാരി ദേവിയുടെ ചെറിയൊരു വിഗ്രഹമാണ്. ഇത് നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ തന്നെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് വാങ്ങിയതാണ്. ഇത് ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ദേവിയാണ്. അതുപോലെ ഇത് അന്നപൂർണേശ്വരി ദേവിയും ശ്രീവില്ലിപുത്തൂർ ക്ഷേത്രത്തിൽ ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ അന്നപൂർണേശ്വരി ദേവിയാണ്. ഇത് നമ്മുടെ നെടുമങ്ങാട് ഷോപ്പിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവിയാണ്. 3-4 വർഷത്തോളമായി നമ്മളെല്ലാ ദേവി പൂജകളിലും ദേവിയെ ഉൾപ്പെടുത്താറുണ്ട്. ഇത് നെടുമങ്ങാട് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ദേവിയാണ്. എല്ലാ പൂജകളിലും നമ്മൾ നവരാത്രി പൂജകളിൽ ദേവിയെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ പേരൂർക്കടയ്ക്കിപ്പുറമുള്ള ഈ ദേവിയെ വാങ്ങിയ അതേ സ്ഥലം പേരൂർക്കട വഴയില നവരാത്രി കാലങ്ങളിൽ അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ദേവിയാണിത്. അതുപോലെ ഇത് ഞാൻ പാലക്കാട് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിയ ഒരു ദേവിയാണിത്. നെല്ലിക്കുളങ്ങര ഭഗവതി ആണ്. ഏകദേശം ഭദ്രകാളി ദേവിയെ പോലെയൊക്കെയുള്ള ക്ഷിപ്രപ്രസാദിനിയായിട്ടുള്ളൊരു ദേവി കൂടിയാണ്. അതുപോലെ ഇത് ആറ്റുകാൽ ഭഗവതിയുടെ ചിത്രമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ദേവി വിഗ്രഹങ്ങൾ. അപ്പോൾ ശൈലപുത്രി ഭാവത്തിലാണ് ദേവി ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ ആചരിക്കുന്നതിനപ്പുറം ആരാധിക്കുക എന്നാണ് പറയുന്നത്. ശൈലപുത്രി എന്ന് പറയുന്നത് ഹിമവാന്റെ പുത്രിയാണ്. അപ്പോൾ പർവ്വത രാജാവിൻ്റെ പുത്രി, അതാണ് പാർവതി ദേവി. അത് നമ്മുടെ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കെടുത്ത അപമാനിതയായപ്പോൾ സതീദേവി തൻ്റെ ശരീരം വെടിയുകയും പിന്നീട് പർവ്വതപുത്രിയായി ജനിക്കുകയും പാർവതിയായി തീരുകയും പിന്നീട് ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ വിവാഹം നടന്നു എന്നുള്ള ഐതിഹ്യ കഥയുമുണ്ട്. ഓം ശൈലപുത്രി ദേവി നമോസ്തുതേ എന്നുള്ള മന്ത്രം പറഞ്ഞുകൊണ്ട്
നമുക്ക് ദേവിയെ ആരാധിക്കാം. വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ദേവി അണിയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെയും പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിളക്ക് കൊളുത്തിയതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇന്നാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇന്നലെയൊന്നും നമുക്ക് അതിനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും എൻ്റെ കയ്യിലുള്ള വിഗ്രഹങ്ങളെക്കുറിച്ച് പറയാം എന്ന് വിചാരിച്ചു. ദേവിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ വൈകുന്നേരം നമ്മൾ ദേവിക്ക് അഷ്ടമംഗല്യത്തട്ടും അതുപോലെ പൂക്കളും എല്ലാം ദേവിക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ ജീവിതത്തിലും എല്ലാം ഒരുക്കിയത് എൻ്റെ മോളാണ്. ഞാനൊന്നും പറഞ്ഞു കൊടുത്തത് പോലുമില്ല, അവളാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ബാക്കി എല്ലാവരുടെ ജീവിതത്തിലും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും സന്തോഷവും സമാധാനവും എക്കാലത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നവരാത്രിയുടെ ആദ്യത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആരാധിക്കാം ദേവിയെ. വെള്ള വസ്ത്രമാണ് ദേവി ഇന്ന് ധരിക്കുന്നത്. മുല്ലപ്പൂക്കൾ കൊണ്ട് ദേവി ആരാധിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ദർശിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുന്നതും നല്ലതാണ്. വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ അവരവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പരിഗണിച്ച് മാത്രം വ്രതങ്ങൾ എടുക്കുക. ബാക്കി എല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യം വരട്ടെ. താങ്ക് യു. ലവ് യു ഓൾ.